ഹലോ സുഹൃത്തുക്കളെ, നമസ്കാരം. നമ്മളിന്ന് നമ്മുടെ നാടൻ വാഴച്ചുണ്ട് തോരനാണ് ഉണ്ടാക്കുന്നത്. വാഴച്ചുണ്ട് ഞാൻ പകുതിയോടും അരിഞ്ഞ് എത്തിയിട്ടുണ്ട്. ഇത് അരിഞ്ഞെടുക്കാൻ ഇത്തിരി താമസം വരും. ഇത് കൊത്തി അരിയണം അങ്ങനെ നമുക്ക്, എങ്കിലേ ചെറുതായിട്ട് നമുക്ക് കിട്ടുള്ളൂ. കൊത്തി അരിഞ്ഞെടുക്കാൻ സമയമെടുക്കും. അപ്പോൾ ഞാൻ ഒരു കുറച്ച് മുക്കാലോളം അരിഞ്ഞെടുത്തിട്ടുണ്ട്. ഇത് നമ്മുടെ നാടൻ പാളയംകോടന്, ഞാലിപ്പൂവൻ അങ്ങനെയുള്ള വാഴയിൽ നിന്നൊക്കെ എടുക്കുന്ന വാഴച്ചുണ്ടുകൾ നല്ല വിറ്റാമിൻ ഉള്ള വാഴച്ചുണ്ടുകളാണ്. നമുക്കത് ഇവിടെ സുലഭമായിട്ട് കിട്ടുന്നുണ്ട് വാഴച്ചുണ്ട്. അപ്പോൾ ഇന്ന് വാഴച്ചുണ്ട് തോരനാണ് വെക്കുന്നത്. അപ്പോൾ അത് കഴിഞ്ഞ് കഴിഞ്ഞിട്ട് നമുക്ക് ബാക്കി വീഡിയോയിലേക്ക് വരാം. ഇത് എടുക്കാൻ സമയമെടുക്കും. അതുകൊണ്ട് വീഡിയോ ഞാനിപ്പോൾ ഇവിടെ നിന്ന് പോസ്റ്റ് ചെയ്യുകയാണ്. താങ്ക് യു. ഹലോ, ഏകദേശം നമ്മുടെ വാഴച്ചുണ്ട് തോരൻ അരിഞ്ഞ് തീരാറായിട്ടുണ്ട്. അത് ഞാൻ പറഞ്ഞല്ലോ, ഒരു 10-20 മിനിറ്റെങ്കിലും എടുക്കും. കൊത്തി അരിയണേ, കൊത്തി അരിഞ്ഞ് വേണം നമുക്ക് എടുക്കാൻ. അതിന് സാധാരണ സമയമുണ്ട്. ഇനി നമുക്ക് വേണ്ടതെന്ന് പറഞ്ഞാൽ സവോള, കരിയാപ്പില, തേങ്ങ, മഞ്ഞപ്പൊടി, അങ്ങനെ അതെല്ലാം ചേർത്ത് നമുക്ക് ഇതിൻ്റെ തോരനുണ്ടാക്കാം. ആദ്യം നമ്മൾ ജസ്റ്റ് ഒന്ന് കടുക് പൊട്ടിച്ചിട്ട് കരിയാപ്പിലയിട്ട് ശകലം ഉള്ളിയിട്ട് കടുക് പൊട്ടിച്ചിട്ട് നമ്മുടെ അരിഞ്ഞു വെച്ചിരിക്കുന്ന വാഴച്ചുണ്ട് അതിലേക്ക് ഇടുകയാണ് ചെയ്യുന്നത്. അതിനു മുമ്പ് നമുക്ക് ഇതിനകത്തുനിന്ന് ഇതിൻ്റെ നാര് വലിച്ചെടുത്ത് കളയാനുണ്ട്. ഇങ്ങനെ ചെയ്ത് അതിൻ്റെ നാര് നമുക്ക് വലിച്ചെടുത്ത് കളയാനുണ്ട്. അപ്പോൾ നമ്മുടെ കയ്യിൽ ഇങ്ങനെ നാരിങ്ങനെ വരും, അത് എടുത്ത് കളയണം. അതെടുത്ത് കളയാൻ ഞാൻ നല്ലതായിരിക്കും. അപ്പോൾ നമ്മുടെ വാഴച്ചുണ്ട് അരിഞ്ഞ് തീർന്നിരിക്കുകയാണ് കേട്ടോ. ഉണ്ടോ, ഇത് ഏകദേശം ഞാൻ പറഞ്ഞില്ല 10-20 മിനിറ്റ് എടുക്കും. ഇങ്ങനെ കൊത്തി അരിഞ്ഞെടുക്കും. അവസാന നിമിഷത്തിലേക്ക് പോവുകയാണ്. അവസാന നിമിഷം വരെ നമുക്ക് ഇത് അവസാന തരി വരെ എടുക്കാമെന്ന് പറഞ്ഞ പോലെ അതുവരെ നമുക്ക് എടുത്ത് യൂസ് ചെയ്യാം. നല്ല, ഞാൻ പറഞ്ഞില്ലേ, വിറ്റാമിൻ്റെ കലവറയാണ്. അത് പറഞ്ഞാൽ മതിയല്ലോ. നമ്മുടെ